മഞ്ഞപ്പടയ്ക്ക് ആശങ്കകളോടെ വീണ്ടും ഒരു ഡിസംബർ കൂടി. ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ ഡിസംബറിലെത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആവേശവും പതിവ് പോലെ മഞ്ഞു മൂടിക്കിടക്കുകയാണ്. പരിക്കേറ്റ് അഡ്രിയാൻ ലൂണ പിന്മാറിയതോടെ നായകനില്ലാതെ ഇനിയെന്ത് എന്ന ചോദ്യത്തിന് മുന്നിലായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ബ്ലാസ്റ്റേഴ്സ് എങ്കിൽ ഇത്തവണ ആശങ്ക ഗോൾ വഴങ്ങുന്നതിലെ ദൗർബല്യം എങ്ങനെ മറികടക്കാമെന്ന കാര്യത്തിലാണ്. നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് ഉറച്ചു തന്നെ പറയാം. 2024-25 സീസണിൽ ഇതുവരെ കളിച്ച 10 മത്സരങ്ങളിൽ 11 പോയിന്റ് മാത്രവുമായി 10ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നതാണ് ദയനീയത. 3 ജയവും 2 സമനിലയും മാത്രമാണ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ നേട്ടം. ആകെ കളിച്ച മത്സരങ്ങളിൽ പകുതിയും പരാജയപ്പെട്ടു എന്നതും മറ്റൊരു വസ്തുതയാണ്. 2024-25 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഹോം മത്സരങ്ങളിലെ റെക്കോർഡും വളരെ മോശമാണ്. ഇതുവരെ ആകെ കളിച്ച 10 മത്സരങ്ങളിലും 6ഉം ഹോം ഗ്രൗണ്ടായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. എന്നാൽ ഈ 6 മത്സരങ്ങളിൽ 2 ജയം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. ബാക്കി 4 മത്സരങ്ങളിലും പരാജയം നേരിട്ടു. ജയത്തിന്റെ ഇരട്ടി മത്സരങ്ങളിൽ ഹോം ഗ്രൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പരാജയപ്പെട്ടു എന്നതാണ് വാസ്തവം. അതേസമയം 2023-24 സീസണിൽ ഹോം ഗ്രൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ആദ്യ 6 മത്സരങ്ങളിൽ 4 ജയം. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഹോം ഗ്രൗണ്ടായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സ്വന്തമാക്കിയിരുന്നു. ബാക്കി 2 മത്സരങ്ങളിൽ 2 സമനിലയും സ്വന്തമാക്കി. സ്വീഡിഷ് മാനേജറായ മൈക്കിൾ സ്റ്റാറയുടെ ശിക്ഷണത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC 2024-25 സീസണിൽ ഇറങ്ങുന്നത്. 2023-24 സീസണിൽ സെർബിയൻ മാനേജറായ ഇവാൻ വിക്കുമനോവിച്ച് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുഖ്യ പരിശീലകൻ. 2023-24 സീസണിൽ ആദ്യ 6 ഹോം മത്സരങ്ങളിൽ ഒരു തോൽവിയും നേരിടാതിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC ആകെ നേടാവുന്ന 18 പോയിന്റിൽ 14 പോയിന്റും നേടിയെന്നതും ശ്രദ്ധേയമാണ്. 2024-25 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ അടുത്ത ഹോം മത്സരം ഡിസംബർ 22-ന് മുഹമ്മദൻ SCക്കെതിരെയാണ്. അതിനു മുൻപ് ബംഗളൂരു FC, മോഹൻ ബഗാൻ, സൂപ്പർ ജയന്റ് എന്നീ ടീമുകൾക്കെതിരെ എവേ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇറങ്ങും. ഡിസംബറിൽ 4 ISL മത്സരങ്ങൾ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഒരു ഹോം മത്സരം മാത്രമാണ് ഉള്ളത് എന്നതും ശ്രദ്ധേയമാണ്. ലീഗിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിലുള്ള മോഹൻ ബഗാൻ, സൂപ്പർ ജയന്റ്, ബംഗളൂരു FC ടീമുകളാണ് അടുത്ത 2 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ എതിരാളികൾ. അതായത് പോയിന്റ് പട്ടികയുടെ തലപ്പത്തുള്ള ബംഗളൂരു FCക്കും മോഹൻ ബഗാനുമെതിരെയാണ് ഈ മാസത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള മത്സരങ്ങൾ. 10 മത്സരങ്ങളിൽ 11 പോയിന്റുമായി 9ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. 3 വർഷത്തിനു ശേഷം പരിശീലകനെ മാറ്റി ടീം അഴിച്ചുപണിത സീസണിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിൽ നക്ഷത്രം എണ്ണുന്നത്. ടീമിന്റെ ഈ സീസണിലെ പ്രകടനത്തിന്റെ രത്നച്ചുരുക്കായി എടുക്കാവുന്ന ഒന്നാണ് ഗോവയ്ക്കെതിരെ നടന്ന കഴിഞ്ഞ മത്സരം. ബ്ലാസ്റ്റേഴ്സിന്റെ നിയന്ത്രണത്തിലായിരുന്ന മത്സരത്തിലാണ് ദാനം നൽകിയതിന് സമാനമായ ഒരു ഗോളിൽ ഗോവയ്ക്ക് വിജയം നേടിയത്. കോച്ച് മിഖായിൽ സ്റ്റാറയുടെ വാക്കുകളിലും ഇത് വ്യക്തമായിരുന്നു. സീസൺ പാതി വഴി എത്തുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന് പരിഹാരം കാണാനാകാത്തൊരു പോരായ്മയായിരുന്നു ഗോൾ കീപ്പിംഗിലെ പിഴവ്. ഗോൾ കീപ്പർമാരായി യുവതാരങ്ങളെ മാത്രം ആശ്രയിക്കാനുള്ള തീരുമാനത്തിന് ബ്ലാസ്റ്റേഴ്സ് വലിയ വില കൊടുക്കേണ്ടി വന്ന സീസണാണ് ഇത്. 4 മത്സരങ്ങളിലാണ് ഗോൾ കീപ്പർമാരുടെ പിഴവ് മൂലം ടീമിന് ഗോൾ വഴങ്ങേണ്ടി വന്നത്. ഗോൾ വഴങ്ങിയാലും 1-2 തിരിച്ചടിക്കാൻ ശേഷിയുള്ള ആക്രമണ നിരയുണ്ട് എന്നതായിരുന്നു ടീമിന്റെയും ആരാധകരുടെയും ആത്മവിശ്വാസം. ഗോവയ്ക്കെതിരായ മത്സരത്തിൽ അതുകൂടി തകർന്നുപോയി. ഗോവയ്ക്കെതിരെ ഗോൾ നേടാൻ കഴിയാതെ വന്നത് വിശ്വസിക്കാനാകുന്നില്ല എന്നതായിരുന്നു സ്റ്റാറയുടെ കുറ്റസമ്മതം. ആക്രമണ നിര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഫിനിഷിംഗിൽ പരാജയപ്പെട്ട മത്സരമായിരുന്നു അത്. മുന്നേറ്റ നിരയിൽ നോഹ സദാവുയും ഹോയ്സൂസ് ഹിമെൻസും ആഡ്രിയാൻ ലൂണയും ക്വെമെ പെപ്രയും ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസമാകാൻ വക നൽകുന്ന ഒന്നല്ല ടീം നേടുന്ന ഗോളുകളുടെ എണ്ണം. ലീഗിൽ ഏറ്റവും അധികം തവണ ഫൈനൽ തേർഡിലേക്ക് മുന്നേറിയ ടീം ബ്ലാസ്റ്റേഴ്സ് ആണ്. പക്ഷേ പന്ത് വലയിലെത്തിക്കുന്ന കാര്യത്തിൽ ആ മിടുക്ക് കാണാനില്ല. 10 മത്സരങ്ങളിൽ നിന്ന് 15 ഗോളുമായി സ്കോറിംഗിൽ 7ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്.